ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ദേ ഇവിടെ ഒരാള് ഈ ഒരു ടയറിന്റെ ഈ ഒരു താമരക്കുളത്തിൽ ആമ്പലിട്ട് കളിക്കാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കിയപ്പോൾ തൊട്ടുള്ളൊരു ആഗ്രഹമാണ് കുട്ടിയുടെ, ഇതിൽ താമര വേണമെന്ന്. പക്ഷെ നടന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഇറക്കത്തുള്ളൊരു പാടത്ത് നിന്ന് നമുക്ക് കിട്ടിയതാണ് കേട്ടോ. ഇത് വീടിൻ്റെ അടുത്തുള്ളൊരു കുട്ടി കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞാൻ ദേ അതിൽ ഇടാൻ പറഞ്ഞിട്ട് അവൻ അതിലിട്ടിങ്ങനെ കണ്ട് രസിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇന്ന് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമല്ലേ. അപ്പോൾ മസാല ദോശ ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ തലേദിവസം സാമ്പാർ വെക്കണ ദിവസങ്ങളിലാണ് മിക്കതും പിറ്റേ ദിവസം നമ്മൾ ദോശ ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെ ദോശമാവ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉരുളൻകിഴങ്ങ് ഇരിക്കണ്ടായിരുന്നു ഞാൻ നോക്കിയപ്പോൾ. അപ്പോൾ എന്തായാലും ഒരു മസാല ദോശ അങ്ങോട്ട് ആക്കി കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ വേപ്പില പൊട്ടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി ഞാൻ ചട്നിക്കുള്ളത് അരച്ച് വെച്ചിട്ടാണ് ഞാൻ പോയിണ്ടായിരുന്നത് വേപ്പില പൊട്ടിക്കാനായിട്ട്. അപ്പോൾ വേപ്പിലൊക്കെ പൊട്ടിച്ചു. അതേ ഉരുളൻകിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, നമുക്ക് കടുക് പൊട്ടിക്കുക, എന്നിട്ട് ചമ്മന്തി ഒന്ന് താളിക്കണം. അതിന് ശേഷം ഉരുളൻകിഴങ്ങിൻ്റെ ആ ഒരു മസാല ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ അതേ ഉണക്കമുളകൊക്കെ പാത്രത്തിൽ നിന്ന് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ, നമുക്ക് താളിക്കാൻ ആവശ്യമായിട്ടുള്ളത്. അങ്ങനെ ദേ ചട്നിക്ക് വേണ്ടിയിട്ടുള്ള താളിപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ ചട്നി ഉണ്ടാക്കുമ്പോൾ താളിച്ചയിലോട്ട് ആ അരപ്പ് ഒഴിക്കാറില്ല കേട്ടോ. ഇങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ അടിച്ചു വെച്ചിട്ട് ആ താളിപ്പ് അതിലോട്ട് ഒഴിച്ചിട്ട് അടച്ചു വെക്കുക ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക മണമാണ് കേട്ടോ. ഇപ്പോൾ ഇത് മാത്രമല്ല, നമ്മൾ എന്ത് കറികൾ, പച്ചക്കറി കറികൾ ഉണ്ടാക്കുകയാണെങ്കിലും താളിക്കേണ്ട കറികൾ നമ്മൾ താളിച്ചതിന് ശേഷം അപ്പം തന്നെ ഇളക്കരുത്. ജസ്റ്റ് ഒരു 10 മിനിറ്റെങ്കിലും അത് അങ്ങനെ തന്നെ അടച്ചു വയ്ക്കുക. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ ആ ഒരു സ്മെല്ല് ആ കറിയിൽ പിടിക്കും കേട്ടോ. അപ്പോൾ ഞാനൊരു വേറൊരു യൂട്യൂബ് ചാനൽ ഇതേപോലെ കണ്ടിട്ട് അതിലൊരു ആളിങ്ങനെ പറയണ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ വർക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ സ്മെല്ലായിരിക്കും കറികൾക്ക്, താളിക്കണ കറികൾക്ക് കേട്ടോ. അതിൻ്റെ ദോശയൊക്കെ ഉണ്ടാക്കി അതിൽ നെയ്യൊക്കെ ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വല്ലപ്പോഴാണ് കേട്ടോ മസാല ദോശ ഉണ്ടാക്കാറ്. ദോശ ഉണ്ടാക്കാറുണ്ട്. സാമ്പാർ വയ്ക്കണ ഞാൻ പറഞ്ഞല്ലോ, സാമ്പാർ വയ്ക്കണ ദിവസങ്ങളിൽ പിറ്റേ ദിവസം നമ്മൾ ദോശയോ അല്ലെങ്കിൽ ഇഡ്ഡലിയോ അങ്ങനെ എന്തെങ്കിലുമാണ് ഉണ്ടാക്കാറ് കേട്ടോ. അപ്പോൾ അതേ മസാലയൊക്കെ തേച്ച് ഞാൻ മടക്കി വയ്ക്കുന്നുണ്ട്. അങ്ങനെ സ്വാദിഷ്ടമായ നമ്മുടെ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കലിലോട്ട് കിടക്കാം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഒരു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഉച്ചത്തെ കുക്കിങ്ങിലോട്ട് കിടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓൾറെഡി സാമ്പാർ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ഒരു കറി റെഡിയാക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പയർ വേവിക്കാൻ ഇടുന്നുണ്ട്. പയറും കായും വെക്കാനാണ് വിചാരിച്ചത് കേട്ടോ. പിന്നെ എന്താ, ഉണക്കമീൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഉണക്കമീൻ വറക്കാം, പയറും കായും സാമ്പാറും അത്രയും മതി. പിന്നെ പപ്പടം ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇന്നത്തെ ഉച്ചത്തെ കാര്യങ്ങൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പയറ് വെന്ത് വന്നപ്പോൾ അതിൽ കായം കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒരു വിസിലും കൂടി അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുക്കറിൻ്റെ കാര്യം ഇങ്ങനെ കണ്ടപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. ഞാൻ 2 ദിവസം മുന്നേ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് തംബ്നെയിലിൽ ആ ഒരു ചേച്ചിയാണ്, ഒരു ചേച്ചിയുടെ മുഖം ഭയങ്കരമായിട്ട് ഇങ്ങനെ വികൃതമായിട്ടുള്ളൊരു മുഖം കണ്ടു. അപ്പോൾ അപ്പോഴാണ് ഞാൻ ആ വീഡിയോ തുറന്നു നോക്കിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചേച്ചി എന്തോ അതിൻ്റെ മുകളിൽ കൂടെ ക്രീമൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ക്രീം പുരട്ടി ആ മുഖം എന്തോ വൃത്തികേടായതാണെന്ന് വിചാരിച്ചിട്ട് എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി എന്ത് ക്രീമാണ് യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ആയി എന്നുള്ളത്. പിന്നെ വീഡിയോ കണ്ടു വന്നപ്പോഴാണ് മനസ്സിലായത് ആ ചേച്ചി കുക്കറിൽ എന്തോ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കുക്കറിൽ വേവിക്കാൻ വെച്ചതിന് ശേഷം അതവിടെ വെച്ചിട്ട് ആൾ വേറെ എന്തോ ഒരു ഇതിന് പോയി, വേറെ എന്തോ ഒരു പണി ചെയ്യാനായിട്ട് പോയി. അപ്പോൾ വിസിലൊക്കെ കളഞ്ഞിട്ടാണ് ആളതവിടെ വെച്ചിട്ട് പോയത്. വിസിൽ കളഞ്ഞതിന് ശേഷം അത് വെച്ച് കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ടാണ് ആൾ അത് ഓപ്പൺ ആക്കിയത് കേട്ടോ. വന്ന് ഓപ്പൺ ആക്കിയപ്പോൾ ചെറിയ രീതിയിൽ ഒരു ടൈറ്റ് ഉണ്ടായിരുന്നു തുറക്കാനായിട്ട്. പക്ഷെ ആളത് പെട്ടെന്ന് തുറന്ന വഴിക്ക് എന്താ അതിലുണ്ടായിരുന്ന കറി മൊത്തം ആളുടെ മുഖത്തിലോട്ട് ഇങ്ങനെ അടിച്ച് കയറിയെന്നാണ് ആൾ പറയണത് കേട്ടോ. അപ്പോൾ വല്ലാത്തൊരവസ്ഥയിൽ ആ ചേച്ചി ശരിക്കും കടന്നു പോണത് കേട്ടോ. അതിൽ ആ വീഡിയോയിൽ ശരിക്കും ഓരോ ഡേ ബൈ ഡേ ആ ചേച്ചി കടന്നു പോണ കാര്യങ്ങളൊക്കെ
ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ എനിക്ക് അത് കണ്ട പിന്നെ എനിക്ക് കുക്കർ തുറക്കാൻ ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ വെള്ളമൊക്കെ തിരിച്ച് വിട്ടതിന് ശേഷമാണ് ഇപ്പോൾ കുക്കർ മുഖമൊക്കെ ഒന്ന് മാറ്റി പിടിച്ചതിന് ശേഷമാണ് ഇപ്പോൾ കുക്കർ തുറക്കാറുണ്ട്. അപ്പം എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ. നമ്മൾ എത്ര ഇതായിന്ന് പറഞ്ഞാലും ചിലപ്പോൾ അതിൻ്റെ ഉള്ളിലെ പ്രഷർ പോയിട്ടുണ്ടാവില്ല. എനിക്ക് അതാണ് അതിശയം കേട്ടോ. ചേച്ചി കുക്കറിൻ്റെ വിസിൽ കളഞ്ഞു വെച്ച് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷമാണ് തുറന്നത്. അപ്പം എല്ലാവരും ഒന്ന് വെള്ളമൊക്കെ ഒന്ന് തിരിച്ചു വിട്ട് ഒന്ന് ശ്രദ്ധിച്ചിട്ടൊക്കെ ഒന്ന് തുറക്കാം. പിന്നെ ആ ചേച്ചി യൂസ് ചെയ്യുന്ന ക്രീം പൊള്ളലിന് ഏറ്റവും ബെസ്റ്റ് ക്രീമാണെന്ന് തോന്നുന്നുണ്ട്. കാരണം ഇപ്പോൾ ചേച്ചിയുടെ മുഖം പഴയതുപോലെ തന്നെ സ്കിന്നോട് കൂടി ആയി വരുന്നുണ്ട്. അഗ്നിഹാരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്രീമാണ് കേട്ടോ ആ ചേച്ചി തേക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അഗ്നിഹാരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്രീമാണ് കേട്ടോ ആ ചേച്ചി യൂസ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര റിസൾട്ടായിട്ട് തോന്നിയിട്ട് അത്രയും വികൃതമായിട്ടുള്ള മുഖം നമ്മുടെ പോലെയൊക്കെ തന്നെ സാധാ സ്കിന്നിലോട്ട് വന്നു തുടങ്ങുന്നുണ്ട്, ഒരു പാടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ. അങ്ങനെ ഉച്ചത്തെ ഫുഡ് കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ ഞാൻ നമ്മുടെ ലാലേട്ടൻ്റെ വൈറലായിട്ടുള്ള ബനാന ഫ്ലാംബെ ഉണ്ടാക്കാനായിട്ട് പോയായിരുന്നു. അപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ ഐസ്ക്രീം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേ ഒന്നുമില്ല, പഴവും ശർക്കരയും തേങ്ങയും ഒന്ന് വിളയിച്ചിട്ട് അങ്ങനെ ലെയറായിട്ട് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് തേനൊക്കെ വെച്ചിട്ടൊന്ന് അലങ്കരിക്കുക. ഇത് കഴിക്കാനായിട്ട് അപാര ടേസ്റ്റാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു കുക്കിംഗ് വിശേഷങ്ങൾ. ഇന്ന് ഞാൻ കുക്ക് ചെയ്ത് എന്തൊക്കെയാണെന്നാണ് ഞാൻ കാണിക്കാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.